ഹായ് ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഹൈഡ്രാഞ്ച് ചെടിയിൽ ഇതുപോലെ റോസ് പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ മണ്ണിൻ്റെ pH വാല്യൂവിനനുസരിച്ചാണ് നമ്മുടെ ഈ ഒരു ഹൈഡ്രാഞ്ച് ചെടിയുടെ പൂക്കളുടെ നിറവ്യത്യാസം വരുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, നമ്മുടെ ഈ ഒരു ഹൈഡ്രാഞ്ചി റോസ് നിറത്തിലുള്ള പൂക്കൾ തരുന്ന ഹൈഡ്രാഞ്ചി എല്ലാം തന്നെ ഞാൻ നീല സ്റ്റെമ്മ് കൊണ്ടൊന്ന് കട്ട് ചെയ്ത് നട്ടതാണ്. നീല ഹൈഡ്രാഞ്ചി നട്ടാൽ നമുക്ക് ഇതുപോലെ റോസ് നിറത്തിൽ പൂക്കൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത്, തുരുമ്പിച്ച ആണി ഉണ്ടെങ്കിൽ അതൊന്ന് വെള്ളത്തിലിട്ടേക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ അതൊന്ന് നമ്മുടെ പ്ലാന്റ് ചുവട്ടിൽ ഇട്ട് കൊടുത്താലും മതി. മണ്ണിൻ്റെ pH ചേഞ്ച് ആവുകയും നമ്മുടെ ഈ ഒരു പൂക്കളുടെ നിറം വ്യത്യാസം വരികയും ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം, അല്പം ചാരം നമ്മുടെ പ്ലാന്റ് ചുവട്ടിൽ ഇട്ട് കൊടുക്കുക. ഒരുപാട് ആവരുത്, ഒരുപാടായി കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ് തന്നെ നശിച്ചു പോകും, പട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ആടിൻ്റെയും മറ്റും വളങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ ഹൈഡ്രാഞ്ചിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പൂക്കളുടെ നിറത്തിൽ ചേഞ്ച് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഹൈഡ്രാഞ്ച് ചെടിയിൽ റോസ് നിറത്തിലുള്ള പൂക്കളാണ് നിങ്ങൾക്ക് താല്പര്യമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.